ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിന്റെ ഈ 8ാം ക്ലാസ്സിന്റെ വീഡിയോട്ട് വീണ്ടും സ്വാഗതം. മുഞ്ചിത് സാറാണ് കേട്ടോ, സ്നേഹമുള്ള ഒരു മാസ്റ്റർ എന്ന് വിളിക്കും. സോ മാസിന്റെ മനയിലേക്ക് സ്വാഗതം. എടാ, 8ാം ക്ലാസ്സിന്റെ ഏകദേശം 2 ചാപ്റ്റേഴ്സ് ഒക്കെ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് മാഷെ. സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റുകളുടെയും മിഡ് ടേം എക്സാമുകളുടെയും കാലമാണ് മാഷെ, ആകെ എക്സാമാണ്. സോ ബയോളജിയുടെ 1ാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് നിങ്ങളുടെ മിഡ് ടേം എക്സാം ആവട്ടെ, യൂണിറ്റ് ടെസ്റ്റുകളാകട്ടെ, ഇനി ഓണം എക്സാം ആവട്ടെ, ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു 3 മാർക്ക് എന്തായാലും കിട്ടുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് മക്കളെ മൈക്രോ ന്യൂട്രിയൻറ്റ് വേഴ്സസ് മാക്രോ ന്യൂട്രിയൻറ്റ്. ചെടികൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് പോലെ ചെടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂലേ? അവർ മണ്ണിൽ നിന്നുമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്തെടുക്കുന്നത്. സോ ചെടികൾക്ക് വലിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ, ന്യൂട്രിയൻസിനെ വിളിക്കുന്ന പേരാണ് മാക്രോ ന്യൂട്രിയന്റ്. എടാ, ആ പേര് നമുക്ക് കിട്ടും, അത് വലിയ അളവിൽ ആവശ്യമുള്ളതാണ് എന്നുള്ളത് കേട്ടോ. നോക്കിയേടാ, മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാർജ് എന്നാണ് അർത്ഥം കേട്ടോ, വലിയത്. സോ വലിയ അളവിൽ ആവശ്യമുള്ളതാണ് എന്ത്? മാക്രോ ന്യൂട്രിയന്റുകൾ. നോക്കിക്കേ, ദ നീഡഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വലിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ, ന്യൂട്രിയൻസിനെ വിളിക്കുന്ന പേരാണ് മാക്രോ ന്യൂട്രിയൻസ്. റെഡി അല്ലേ? സോ അതിന്റെ എക്സാമ്പിൾ നോക്കുന്നതിന് മുന്നേ എൻ്റെ മക്കളൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 3 മാർക്ക് എന്തായാലും കിട്ടും. സോ എൻ്റെ മക്കൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു വെക്കുക. ഫ്രണ്ട്സിൻ്റെ നമ്മളെ ഗ്രൂപ്പുകളൊക്കെ ഇല്ലടാ, 8A ബഡ്ഡീസ്, 8C ചങ്സ്, ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് അടിക്കുന്നു അത്രത്തോളം നമ്മളെ ഫ്രണ്ട്സൊക്കെ സജഷൻ ആയിട്ട് പോകും. പിന്നെ ഷെയർ ചെയ്തെടുക്കും, എന്തായാലും അവർക്ക് കിട്ടും. എന്തായാലും 3 മാർക്ക് കിട്ടും, അതിലൊരു ഡൗട്ടും ഇല്ല. സോ മക്കൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. സോ മക്കൾസേ, അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിളുകൾ. ഈ പറഞ്ഞിട്ടുള്ള മാക്രോ ന്യൂട്രിയന്റിന് പ്രധാനപ്പെട്ട 6 എക്സാമ്പിളുകൾ ഉണ്ട്. ഒന്നാണ് മക്കളെ പൊട്ടാസ്യം, 2 ഫോസ്ഫറസ്, 3 നൈട്രജൻ, 4 സൾഫർ, 5 കാൽഷ്യം ആൻഡ് 6 മഗ്നീഷ്യം. ഓക്കെ അല്ലേ? സാറാ, ഇതൊക്കെ പാടെ ഒരുമിച്ച് പഠിക്കാൻ സാറേ ബുദ്ധിമുട്ടാ. ഇനി നമുക്കൊരു കാര്യം ചെയ്തോ, ഒരു കോഡ് സാറ് പറഞ്ഞുതരാം. ആ കോഡ് അതുപോലെ ചൊല്ലി അങ്ങ് പഠിച്ചാൽ മതി. ഈ 6 ആളുകളെയും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. റെഡിയില്ലേ? നിങ്ങൾ ഓർത്തേക്കണ കോഡ് എന്താണെന്നറിയോ? കോപ്പൻ സുൽഫിയുടെ കാറിൽ മഗ് വാങ്ങാൻ പോയി. മാഷേ, ഇതെന്താ സാധനം? ഇത് കൊള്ളാലോ അല്ലേ? കൊള്ളാലോ ഈ കളി. സോ മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? കോപ്പൻ സുൽഫിയുടെ കാറിൽ മഗ് വാങ്ങാൻ പോയി. മാഷെ, ഓരോന്ന് എന്താന്ന് പറഞ്ഞുതരോ? എടാ, കെ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ മക്കളൊക്കെ അറിയോടാ? കെ എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ് സാറേ, അത് പൊട്ടാസ്യത്തിന്റെ സിമ്പലാണ് കെ. ദെൻ പി എന്ന് പറഞ്ഞാൽ ആരാടാ? അത് ഫോസ്ഫറസ് ആകുന്നു. ദെൻ ആരാടാ? എൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അറിയാലോ സാറേ, എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നൈട്രജൻ അല്ലേ സാറേ? റെഡി. അടുത്തത് എന്താടാ? സുൽഫി എന്ന് സൂചിപ്പിച്ചത് ആരെയാണ്? സുൽഫി എന്ന് സൂചിപ്പിച്ചത് ഇവിടെ സൾഫറിനെ ആകുന്നു. ദെൻ ആരാടാ? കാറില്ലേ? കെ സി എന്ന് പറഞ്ഞാൽ ആരാകുന്നു? കാൽഷ്യം ആകുന്നു. മഗ് വാങ്ങാൻ പോയി. മഗ് ആരാടാ? മഗ്നീഷ്യം. സോ കോപ്പൻ സുൽഫിയുടെ കാറിൽ മഗ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഓർത്തു വെച്ചൂടെ? എന്തൊരു സുഖാമാശെ. റെഡി. സോ മക്കൾസ്, ഇതാണ് മാക്രോ ന്യൂട്രിയന്റുകളും അവർക്ക് ഉദാഹരണങ്ങളും. ഏറ്റവും കൂടിയ അളവിൽ ആവശ്യമുള്ളതാണ് മാക്രോ. നേരെ ഓപ്പോസിറ്റ് മക്കളെ മൈക്രോ എന്ന് പറയുന്നത്. ചെടികൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ. ഇങ്ങനത്തെ ന്യൂട്രിയൻസിന്റെ പേരാണ് മൈക്രോ ന്യൂട്രിയൻസ്. എന്താടാ പേര്? മൈക്രോ ന്യൂട്രിയൻസ്. റെഡിയില്ലേ? നോക്കിക്കേടാ, മൈക്രോ ന്യൂട്രിയൻസ് നീഡഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ഇവ വളരെ കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ. വേണോ എന്ന് ചോദിച്ചാൽ വേണം, എന്നാൽ വളരെ കുറച്ച് മതി. ഇതാണ് മക്കളെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസിന്റെ പേരാണ് മൈക്രോ. ആ പേരിന്ന് കിട്ടൂലേ? മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്മോൾ എന്നർത്ഥം. സ്മോൾ. സോ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ്. എക്സാമ്പിൾ നോക്കിക്കേടാ, സിങ്ക്, ബേരിയം, ബോറോണ്, കോപ്പർ, മോളിബ്ഡിനം, അയേണ്, ക്ലോറിന്, മാംഗനീസ്, നിക്കല്. സാറേ, ഇത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പഠിച്ചോനെ, ഇതെത്താ സാറേ കാട്ടുക? പിന്നെ എന്തിനാ മുത്തേ സാറോട് ജീവിച്ചിരിക്കണത്? ഞാനല്ലാതെ മറ്റാര്? നമ്മുടെ കയ്യിൽ കോഡുണ്ട്.
ഇവിടെ നമ്മൾ കോപ്പൻ സുൽഫിന്റെ കാറിൽ മഗ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞ 6 പഠിച്ചില്ലേ? എന്നാ പിടിച്ചോ. ഇതെല്ലാം പഠിക്കാനുള്ള കോഡ് മക്കളെ എന്താണ്? സീനത്ത് ബാബിയുടെ കൂട്ടുകാരി മോളി ഇരുമ്പ് ഗ്ലാസ്സിൽ മാംഗോ നക്കി തിന്നു. സാറിന്റെ ആമാശയത്തിലും മസ്തിഷ്കത്തിലും ഒക്കെ ബുദ്ധിയാണല്ലേ. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാ? ആരോടും പറയണ്ട കേട്ടോ. നോക്കിക്കേ, സീനത്ത് ബാബിയുടെ കൂട്ടുകാരി മോളി ഇരുമ്പ് ഗ്ലാസ്സിൽ മാംഗോ നക്കി തിന്നു. മാഷെ ഓരോന്നും ആരെ സൂചിപ്പിക്കുന്നു മക്കളെ? സീനത്ത് ഇതാരാടാ? സിങ്ക്. ബാബിയുടെ ബി എന്ന് പറഞ്ഞാൽ ബേരിയം, ബി എന്ന് പറഞ്ഞാൽ ബോറോൺ. ബാബിയുടെ കൂട്ടുകാരി സിയു എന്ന് പറഞ്ഞാൽ ആരാടാ? കോപ്പർ. ബാബിയുടെ കൂട്ടുകാരി മോളി, യെസ് അതാരാണ്? മോളിബ്ദിനം. പിന്നെന്താടാ? ഇരുമ്പ് ഗ്ലാസ്സിൽ, ഇരുമ്പ് ആരാ മാഷെ? അത് ഇരുമ്പ് തന്നെയാണ്, അയൺ തന്നെയാണ്. ഗ്ലാസ്സിൽ CLA നോക്കിക്കേടാ, ക്ലോറിൻ. ഓക്കെ, ഇരുമ്പ് ഗ്ലാസ്സിൽ മാംഗോ എന്ന് പറഞ്ഞാൽ ആരാകുന്നു? മാംഗനീസ്. നക്കിത്തുന്നു, നക്കി മീൻസ് നിക്കൽ. എന്തൊരു സിമ്പിളാ. സോ സീനത്ത് ബാബിയുടെ കൂട്ടുകാരി മോളി ഇരുമ്പ് ഗ്ലാസ്സിൽ മാംഗോ നക്കിത്തുന്നു. ഇതങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഈ എല്ലാ എക്സാമ്പിളും കിട്ടിയില്ലേ? എടാ പരീക്ഷയ്ക്ക് ആകെ 1-2 എക്സാമ്പിളേ വേണ്ടൂ. സോ മക്കളെ മൈക്രോ ന്യൂട്രിയന്റ് എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഫങ്ഷൻസും പഠിച്ചിട്ടുണ്ട്. റെഡിയല്ലേ മക്കളെ? സോ എൻ്റെ മക്കളെ ചെയ്യേണ്ട കാര്യം ഇത് രണ്ടൊന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. പഠിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇതിന്റെ ചോദ്യം ഏതാണ്? നോക്കിക്കടാ, നൈട്രജനും ഫോസ്ഫറസും ഏത് ടൈപ്പ് ന്യൂട്രിയൻസുകളാണ്? മൈക്രോ ആണോ അതോ മാക്രോ ആണോ? ഇതാണ് എന്റെ ചോദ്യം. അറിയുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് വെക്കുക. ആൻഡ് മക്കളെ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് എജ്യൂപോർട്ടിന്റെ ആപ്പിലാണ്. സൂപ്പർ ബാച്ചിലെ മക്കൾക്കാണ് നമ്മൾ ഈ പ്രഡിക്ഷൻ കാര്യമൊക്കെ നേരത്തെ കൊടുക്കുക, നേരത്തെ പഠിച്ചു തുടങ്ങുക, നേരത്തെ ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യം ഒക്കെ സെറ്റ് ചെയ്യാം. സോ മക്കൾസെ നിങ്ങൾക്ക് നമ്മുടെ എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ പരിപാടി എന്താണെന്ന് അറിയടാ? നേരെ താഴത്തെ ഒരു ലിങ്ക് കാണാം, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്ന ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേര്, ഫോൺ നമ്പർ, ക്ലാസ്, ഈ 3 കാര്യം മാത്രം അടിച്ചു കൊടുത്താൽ ഇപ്പോഴുള്ള ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്രൈസ് താഴെ കാണാം അല്ലെ, ആ സ്ക്രോളിൽ കാണാം. ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ലെങ്കിലും നോ പ്രോബ്ലം. ഇപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതേ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ? സോ ഓണം പ്രമാണിച്ച് ഇപ്പൊ നല്ല ഓഫറിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മക്കൾ ഇപ്പൊ തന്നെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഓണം എക്സാം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും A to Z, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്, PDF അടക്കം എല്ലാ കാര്യങ്ങളും 3 സെറ്റ് ക്വസ്റ്റ്യൻസും എജ്യൂപോർട്ടിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. ഉഷാറായിട്ട് പഠിക്കണം. ഓണം എക്സാമിൽ എജ്യൂപോർട്ടിന്റെ കൂടെ തോക്കും. സോ മക്കൾസ് കാണാം, ഉഷാറാക്കണം, പഠിക്കണം, പൊളിക്കണം, പൊളിച്ചടക്കണം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.